കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചങ്ങനാശ്ശേരി രൂപത. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുകയാണ് എന്നാണ് വിമർശനം. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിന്തുടരുകയാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 24 പറഞ്ഞു. ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങൾക്ക് നന്മ നോക്കി ഒരു നിലപാടെടുക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നവൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശബ്ദമുള്ളവൻ്റെ കൂടെ നിൽക്കുക, വോട്ടുള്ളവൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ നിന്നതിൻ്റെ ഫലമാണ് നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. യഥാർത്ഥമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാതെ കർഷകരുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ, നമുക്കറിയാം ഏത് പരിഷ്കൃത സമൂഹവും നന്നായിട്ട് നടക്കുന്ന സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം എങ്ങനെങ്കിലും അവരെ അസ്വസ്ഥപ്പെടുത്താമോ? അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വോട്ട് ബാങ്ക് നോക്കി എല്ലാം പോയി. അതോടുകൂടി നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു തകർച്ചയും ദൗർബല്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായി. ടോബി ജോൺസൺ അവരുമായി ചേർന്നിട്ട്, ടോബി, രൂപതയ്ക്ക് പരാതികൾ നേരത്തെ ഉള്ളതാണ്. ഇപ്പം നിലവിൽ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനവുമായി വരാനിടയാകുന്ന രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, ടോബി? തീർച്ചയായിട്ടും മുൻവർഷങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള ആശങ്കകൾ അവർ മുന്നോട്ട് വച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ, ഒപ്പം തന്നെ ഈ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരാത്തത്, അതോടൊപ്പം തന്നെയാണ് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. അതാണ് പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപത മുന്നോട്ട് വെക്കുന്നത്. ഈ കാർഷിക മേഖലയിൽ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടനാടൻ മേഖലയിലെ നെൽകർഷകർ, അതുപോലെ തന്നെ റബ്ബർ കർഷകർ, മറ്റ് നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ, ഇവരെല്ലാം തന്നെ സഭയുടെ കീഴിൽ വരുന്ന വിശ്വാസികളായിട്ടുള്ള വലിയൊരു സമൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നമായി തന്നെ കാണുന്നു. ഇവരെ അഡ്രസ്സ് ചെയ്യാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരുകളെ മാത്രമല്ല ചങ്ങനാശ്ശേരി അതിരൂപത വിമർശിക്കുന്നത്, രാഷ്ട്രീയക്കാരുടെ നിലപാടിനെ കൂടി വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രസക്തി ഈ വിഷയത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 15-ാം തീയതിയാണ് ഈ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട്, വിശ്വാസികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാർച്ച് ചങ്ങനാശ്ശേരിയിൽ നടത്തുന്നത്. അതിനുശേഷം കൂടുതൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപത പറയുന്നത്. നമ്മൾ രാവിലെ മാർ തോമസ് തറയിലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. പലതവണ ഈ ആവശ്യങ്ങൾ സർക്കാരുകൾക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടും യാതൊരു പരിഗണനയും ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ ഗ്രാൻറ്റും മറ്റ് ഈ ദളിത് ക്രൈസ്തവർക്കൊക്കെയുള്ള കൺസെഷനും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൽ വലിയ വീഴ്ച വരുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയെ അടക്കമുള്ള വിഷയങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഈ സഭയ്ക്ക് തിരിച്ചടി കിട്ടുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സജീവമായി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ബജറ്റ് കൂടി വന്നു പോകുന്നത്. അതിലും കാര്യമായ പരിഗണനകൾ ലഭിക്കാതെ വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ വിമർശനങ്ങൾ, അവരുടെ അതിർത്തികൾ തുറന്നു പറയുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ഇത് ആദ്യമായി പറയുന്നതല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ബജറ്റുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് അതിരൂപത.